നവരാത്രിയുടെ 5-ാം ദിനം ആരാധിക്കുന്നത് ദേവീരൂപമായ സ്കന്ദമാതാവിനെയാണ്. അതിശക്തനായ താരകാസുരൻ ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്താൻ കഠിനതപം അനുഷ്ഠിച്ചു. തനിക്ക് അനുഗ്രഹം നൽകാനും അനശ്വരനാക്കാനും ആവശ്യപ്പെട്ടു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ബ്രഹ്മാവിനോട് ശിവപുത്രനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാവരുത് എന്ന് വരം വാങ്ങി. വരം ലഭിച്ചതിനെ തുടർന്ന് അസുരൻ ഭൂമിയിലെ മനുഷ്യരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് ലോകത്തിൻ്റെ നാശത്തിന് കാരണമാവുമെന്ന് ഭയന്ന് ദേവന്മാർ ശിവനെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ചു. ശിവൻ പിന്നീട് പാർവതി ദേവിയെ വിവാഹം കഴിച്ചു. അവരുടെ മകനായ കാർത്തികേയൻ താരകാസുരനെ വധിച്ചു. ഇതിൽ സന്തോഷിച്ച പാർവതി ദേവി മുരുകനെ ആശ്ലേഷിക്കുന്നു. കാർത്തികേയൻ, മുരുകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്കന്ദനെ മടിയിലിരുത്തി ഓമനിക്കുന്ന ഭാവമാണ് സ്കന്ദമാതാവിൻ്റേത്. രക്ഷ, ശക്തി, സമൃദ്ധി, നിധികൾ എന്നിവയിലൂടെ ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നു. ഭക്തർ ദേവിയെ ആരാധിക്കുമ്പോൾ സ്കന്ദനും പ്രസാദിക്കുന്നു. സ്കന്ദമാതാവിൻ്റെ കൂടെ സ്കന്ദൻ്റെ അനുഗ്രഹവും ലഭ്യമാവുന്നു. നിസ്വാർത്ഥ ഭക്തരെ മാതാവായി സ്കന്ദമാത പരിപാലിക്കുന്നു. നവരാത്രി കാലത്ത് ദേവിയുടെ നവഭാവങ്ങളെ ആരാധിക്കുന്നതിലൂടെ സ്ത്രീയെ ആരാധിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത്.